തിരമാല കാണണമെങ്കിൽ കടലിൽ പോകണം. അതെന്താ ഇത്ര കൗതുകം അല്ലെങ്കിൽ പ്രത്യേകത എന്നാണോ? കടലില്ലാത്ത ഇടുക്കിയിൽ പോയാലും തിരമാല കാണാം. പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷേ അങ്ങനെ ഒരു ഇടമുണ്ട്. കട്ടപ്പന അഞ്ചുരുളി മുനമ്പിലെത്തിയാൽ ജലാശയത്തിലും തിരമാലകൾ കാണാം. 1 കിലോമീറ്റർ കാട്ടിലൂടെ നടക്കണം, പക്ഷേ ഇവിടെ എത്തണമെങ്കിൽ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട മുനമ്പിലെത്തിയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അതൊരു അടിപൊളി കാഴ്ചയാണ്. കണ്ണു തേടുന്ന കാഴ്ച കൺമുന്നിൽ. അതാണ് അഞ്ചുരുളി മുനമ്പ്. പ്രകൃതി സൗന്ദര്യത്തിന്റെ വശ്യതയാൽ മനം മയക്കും ഇവിടുത്തെ കാഴ്ചകൾ. വിശാലമായ ജലപ്പരപ്പും അഞ്ചുരുളി ടണലും കരടിയള്ളു ഗുഹയുമൊക്കെ ഇവിടെ എത്തിയാൽ കാണാം. കാണുന്ന ഭാഗത്താണ് ഇടുക്കി ചെറുതോണി ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം ശക്തമായ കാറ്റാണ്. കടലിൽ തിരമാലയടിക്കും പോലെയാണ് ഇടുക്കി ജലാശയത്തിലും തിരമാലയടിക്കുന്നത്. മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. സഹായത്തിന് 4 ടൂറിസം ഗൈഡുകളും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നാല് ഗൈഡുകളുണ്ട്. വരുന്ന ഗസ്റ്റിന് നമുക്ക് നമ്മുടെ എൻട്രൻസിൽ നിന്ന് ഒരു 800 മീറ്റർ ട്രക്കിംഗ് ആണ് ഫോറസ്റ്റിനുള്ളിലൂടെ. ലൈഫ് ഓഫ് ജോസൂട്ടി, അനാർക്കൽ തുടങ്ങിയ കുറേ ഒത്തിരി പടങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏതാനും മാസങ്ങൾ മുമ്പാണ് ടൂറിസം ഭൂപടത്തിൽ മുനമ്പ് ഇടം പിടിച്ചത്. ഇതൊരു മുനമ്പിന് 3 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു മേഖലയാണ്. ഇടുക്കി ജലാശയം, ഇടുക്കി ഡാമിൻ്റെ വെള്ളമാണ് കയറി കിടക്കുന്നത്. നല്ല ശക്തമായ കാറ്റും നല്ലൊരു തിരമാലയും ഉണ്ട്. 40 രൂപ ടിക്കറ്റ് എടുത്താൽ ട്രെക്കിങ്ങിനൊപ്പം പ്രകൃതി ഭംഗിയും ആസ്വദിക്കാം. മഴക്കാലമാണ്, പക്ഷെ മുനമ്പിലേക്ക് വരാൻ ആരും മടിക്കേണ്ട. നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന ഇടുക്കി ജലാശയത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.